ഞാൻ ലൈവിൽ വന്നത് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കണ്ടിട്ടാണ്. ആ സ്ക്രീൻഷോട്ടുകൾ ഇപ്രകാരമായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടിയിരിക്കുന്നു. ജാസ്മിന് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള കുറച്ച് സ്ക്രീൻഷോട്ടുകൾ. അഖിൽമാരാരുടെയും കുടുംബത്തിൻ്റെയും വോട്ട് ജാസ്മിനാണെന്നും ഞങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കണ്ടു. അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു, അളിയൻ ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഇതേപോലെ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതേ കണക്ക് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. അളിയന്റെയും വൈഫിന്റെയും കൂടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ അയച്ചു തന്നു. അപ്പൊ ഞാൻ തമാശ രൂപേണ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ, എന്റെയും വൈഫിന്റെയും പടം വെച്ചിട്ട് ജാസ്മിൻ വോട്ട് ചോദിച്ചിട്ടുള്ള അതേ ആൾക്കാരോടുത്ത് നരേന്ദ്രമോദിയുടെ പടം വെച്ചിട്ട് ജാസ്മിൻ വോട്ട് ചോദിക്കാൻ പറ, പിണറായി വിജയന്റെ പടം വെച്ചിട്ട് ജാസ്മിൻ വോട്ട് ചോദിക്കാൻ പറ. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് കുഞ്ഞുമോനെ പോയി ഒന്ന് കണ്ടിട്ട് ഇവരുടെയൊക്കെ ശബ്ദം കൂടി അനുകരിച്ചിട്ട് ജാസ്മിൻ വോട്ട് ചോദിക്കാൻ പറയൂ. ഈ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാകുമല്ലോ. കാര്യം ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഞാൻ വോട്ട് ചോദിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ജാസ്മിനോട് ഒരു വിദ്വേഷവും അല്ലെങ്കിൽ ഒരു ഗെയിമർ എന്ന നിലയിലുള്ള ഒരു എതിർപ്പോ ഒന്നുമില്ല. 100 ദിവസം അവിടെ സർവൈവ് ചെയ്ത് നിന്ന ഒരു നല്ല കുട്ടി തന്നെയാണ് ജാസ്മിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ വിജയാവുന്നതിലും എനിക്ക് യാതൊരു അഭിപ്രായങ്ങളുമില്ല. പക്ഷേ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വോട്ട് ചോദിക്കുന്നതൊക്കെ നല്ലതാണ്. അത് മറ്റുള്ള ആൾക്കാരുടെ അവരുടെ അറിവില്ലാതെ അവരുടെ പടങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഇതുപോലെ മറുപടി വന്ന് പറയാൻ കെൽപ്പുള്ള ഒരുവനാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അതാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പൊതുവെ ഈ സീസൺ അധികം കണ്ടിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റും വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഒരു ഗെയിമിനെ പ്രോപ്പറായിട്ട് വിലയിരുത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരാണ് മികച്ച മത്സരാർത്ഥി എന്ന അഭിപ്രായം പറയാനോ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഇതിൽ ആരാണ് മികച്ചതെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഇത് ഫിനാലെ വീക്കാണ്. അതുകൊണ്ട് തന്നെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കാനും അല്ലെങ്കിൽ മത്സരാർത്ഥികളിൽ മികച്ച ഒരാൾ പിന്തള്ളപ്പെട്ടു പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഏറെക്കുറെ കഴിയാവുന്ന ഒരു വീക്കായതുകൊണ്ട് നിങ്ങൾക്ക് മികച്ചതെന്ന് തോന്നുന്ന ആൾക്കാരെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കുക. ആർക്കാണോ ഭൂരിപക്ഷ സപ്പോർട്ട് കിട്ടുന്നത് അവർ വിജയിച്ചു വരട്ടെ. മറ്റ് മാനിപ്പുലേഷൻസ് ഒന്നും നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ വിധി തന്നെ നിർണ്ണയിക്കപ്പെടുന്ന ഒന്നാണ്. കുറഞ്ഞത് ഗ്രാൻഡ് ഫിനാലെ എന്നെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി രണ്ടാമതൊരു കാര്യം, ഈ വായ്ത്താളത്തിന്റെ അങ്ങേ അറ്റമായ സായി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് എന്താണ് ഏത് രീതിയിലാണ് അവൻ അവിടെ നിന്നതും പിടിച്ചതും ഒക്കെ എല്ലാവരും കണ്ടതുമാണ്. സമൂഹം മുഴുവൻ അവനെ പരിഹസിച്ചതും എല്ലാവരും കണ്ടതാണ്. ഈവൻ അവനെ ഇന്നലകളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലും അവനെന്ന് പറയുന്ന ഒരാളുടെ കഴിവില്ലായ്മയിൽ അല്ലെങ്കിൽ അവന്റെ പുറത്തുള്ള ഗുണവധികാരവും അകത്തുള്ള പ്രവൃത്തിയും എല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് താളമടി ഒരു അല്പം ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. താളമൊക്കെ അടിക്കാമായിരുന്നു, കുറച്ചൊക്കെ താളം അടിക്കാമായിരുന്നു. എന്തെങ്കിലും കൊള്ളാവുന്ന 1 മിനിറ്റ് കണ്ടെങ്കിലും അവന്റെ എന്ന പേരിൽ പുറത്ത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ താളമടിക്ക് ഒരു ഇച്ചിരിയെങ്കിലും, അതായത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോ കഴിഞ്ഞ സീസണിൽ എനിക്ക് ഓപ്പോസിറ്റിൽ നിന്ന ജുനൈസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സായി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജുനൈസിന്റെ 10-1 അയൽപ്പക്കത്ത് പോലും കൊണ്ടുവന്ന് കെട്ടാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി പോലും അല്ല സത്യത്തിൽ സായി. അപ്പൊ സായി പുറത്തിറങ്ങിയ സമയത്ത് പതിവ് പോലെ തന്നെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ, അവർക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട്, ഞാൻ എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ, അതായത് പറയാത്ത കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് അതായത് ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയാത്ത കാണാത്ത കാര്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റൊരാളടുത്ത് ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ചോദ്യങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ സായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, ബിഗ് ബോസിൽ വിജയിയെ തീരുമാനിക്കുന്നത് ബിഗ് ബോസിലെ ആൾക്കാരാണ് എന്ന് അഖിൽമാർ പറഞ്ഞല്ലോ. ഒന്നും ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടെ വലിയ മോശ രീതിയിൽ അത് പുള്ളി എങ്ങനെയാണോ ജയിച്ചത് എന്ന് പുള്ളിയോടൊന്ന് പോയി ചോദിക്കൂ. അറ്റ്ലീസ്റ്റ് അവൻ പറയണം, ഇത് ഞാൻ എന്താണ് പുള്ളി പറഞ്ഞതെന്ന് കേൾക്കാത്തിടത്തോളം അതിന് ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറയണം. അതിനുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവണം. പൊതുവെ ഇവനതിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല. കാരണം ഇവൻ ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു രീതിയിലും ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു ബോധവുമില്ലാതെ വന്നിരുന്നിട്ട് വെറുതെ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ വായി തോന്നുന്നത് പറഞ്ഞിട്ട് അതിലൂടെ വരുമാനം സമ്പാദിക്കുക എന്നതിനപ്പുറത്തേക്ക് അഭിപ്രായം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് സായിയുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് നീ ഒന്ന് പോയി കേൾക്കുക. കേട്ടതിന് ശേഷം മറുപടി പറയാൻ ശ്രമിക്കുക. പിന്നെ ഇനി രണ്ടാമതൊരു കാര്യം, സായി തന്നെ അതിൽ പറയുന്നു സായിക്ക് എന്തോ ഫിസിക്കലി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ
ഞാൻ സായിയുടെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ സീസണിൽ 17ാമത്തെ ദിവസം മുതൽ കഠിനമായ ബ്ലീഡിങ് ഉണ്ടാവുകയും 54ാമത്തെ ദിവസം എത്തുന്ന സമയത്ത് 12.5 കിലോ കുറഞ്ഞ ഒരാളാണ് ഞാൻ. 12.5 കിലോ ശരീരത്തിൽ നിന്നും. ഞാൻ അകത്തു നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായ സാഹചര്യം പോലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാണോ എനിക്ക് എന്നുള്ള സംശയം ഞാൻ അകത്ത് വെച്ച് ഷിജിച്ചേട്ടനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ്. കാരണം അത്രയേറെ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഭക്ഷണം പോലും എനിക്ക് അവിടെ കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ഞാൻ എന്താണ് കഴിച്ചതെന്നൊക്കെ അറിയാം. ഞാനിത് പറഞ്ഞത് പുറത്ത് വന്നിരുന്ന് തള്ളുമ്പോൾ ഞാൻ എന്നിട്ട് കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 102 ഡിഗ്രി പനി, രാവിലെ ടെസ്റ്റ് ചെയ്ത സമയത്ത് 102 ഡിഗ്രി പനിയുള്ള ഒരു ടാസ്ക്, ആ സമയത്ത് വന്നൊരു ടാസ്ക് എന്ന് പറയുന്നത് ഫ്യൂസ് കുത്തുന്ന ബിഗ് ബോസ് ഹൗസിലെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും ഫിസിക്കൽ അധ്വാനം വേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലയുദ്ധം നടക്കേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതെന്ന് പറയുന്നത്. ആ ടാസ്കിൽ രാവിലെ എന്നോട് കളിക്കണ്ട എന്ന് തന്നെയാണ് ബിഗ് ബോസിന്റെ ആൾക്കാരും ഡോക്ടർമാരും എന്നോട് പറഞ്ഞത്. ആ ടാസ്ക് അനൗൺസ് ചെയ്ത സമയത്ത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി പോയിരുന്ന ഞാനെന്ന് പറയുന്ന ഒരു സ്പോർട്സ്മാന് പിന്മാറാൻ തോന്നാത്ത ഒരാളായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഈ രാവിലെ കഴിച്ച മെഡിസിന്റെ ഒരു എഫക്റ്റില് ഞാൻ കളിക്കാൻ ഇറങ്ങുകയും അതിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഞാൻ കളിച്ചതെന്നുള്ളതും അത്രയും പേര്, അതായത് നമ്മുടെ കയ്യിൽ ഈ ഫ്യൂസ് പിടിക്കുമ്പോൾ എല്ലാവരും ഈ ഫ്യൂസ് വലിച്ചൂരി എറിയാൻ പോകുന്ന സാഹചര്യത്തിലും ഈ ഫ്യൂസ് കയ്യിൽ പിടിച്ച് ആ ഫ്യൂസ് കുത്തി ഞാൻ ഉൾപ്പെടുന്ന എന്റെ ടീമിനെ ഞാൻ വിജയിപ്പിച്ച സമയത്ത്, അന്നേ ദിവസം രാവിലെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ആ ടെമ്പറേച്ചർ കാണിച്ചത്, ഞാൻ പറഞ്ഞത് 102 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അതായത് ഞാൻ ഫിസിക്കലി പനിയായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ആ വീക്കില് എന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നതിന് പകരം എന്നെ ജയിലിലേക്കാണ് എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്യുന്നത്. ഞാൻ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ഞാൻ പുറത്ത് ഓഡിയൻസിനോടും